ഇന്റർനാഷണൽ ഫാഷൻ വീക്ക് ഗോവയിൽ സാരി ചുറ്റിയിട്ട് എംബോസ് മോഡലിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഷോ സ്റ്റോപ്പറായിട്ട് ഇറങ്ങിയിട്ടുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. വെൽക്കം ബാക്ക് ടു ഫാഷൻ ഷോ ടെയിൽസ് ഫ്രം സ്റ്റോറീസ് ഫ്രം SNK. അപ്പോൾ രാത്രി 11:15 സമയം തിരൂർ സ്റ്റേഷനിൽ നിന്നും ഓക്കെ എക്സ്പ്രസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ട് മെഡ്ഗോണിലെത്തും. മെഡ്ഗോണിൽ നിന്ന് വീണ്ടും ട്രെയിൻ മാറി കയറി കർമാലിയിലോട്ട് എത്തണം. അങ്ങനെയാണ് ട്രാവൽ പ്ലാൻ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ നേരം പുലർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഓൺ ടൈമിന് തന്നെ നമ്മൾ മെഡ്ഗോൺ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം ഒരു 11 മണിയായപ്പോൾ മെഡ്ഗോൺ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മെഡ്ഗോൺ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് പ്ലാറ്റ്ഫോം നമ്പർ 5 പോയിട്ട് വേണം നമുക്ക് അടുത്ത ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 5 അവസാനിക്കുന്നത് ഇതേപോലുള്ള ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ. അതായത് ഏകദേശം ക്ലൂലെസ് ആയിരുന്നു എവിടെയാണ് പ്ലാറ്റ്ഫോം എന്നുള്ളത്. അങ്ങനെ ട്രെയിൻ കയറി. ഇവിടുന്ന് അരമണിക്കൂർ ജേണിയാണുള്ളത്. ട്രെയിൻ ഓൾമോസ്റ്റ് എംപ്റ്റി ആയിരുന്നു. ആ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ 12:30 ആയപ്പോൾ കർമാലി എത്തിയിട്ടുണ്ടായിരുന്നു. കർമാലി സ്റ്റേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ പ്ലാറ്റ്ഫോമിന് ഇൻ ബിറ്റ്വീനുള്ള ഈ ഒരു ലാൻഡ്സ്കേപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. വീണ്ടും ഒരു ക്യാബ് വിളിച്ചതിന് ശേഷം വേണം നമുക്ക് സ്പോട്ടിലോട്ട് എത്താൻ. അങ്ങനെ ഇത് ക്യാബിൽ കയറിയിട്ട് ഗോവയുടെ വ്യൂസൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഏകദേശം 1:45 ആയപ്പോൾ കാൻഡോളിം എന്നുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഏകദേശം 15 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം ഞാൻ ട്രൈ ചെയ്തത് ഈ ഒരു നൂഡിൽസ് ആയിരുന്നു കേട്ടോ. നേരെ ഇവിടെ ലീല ഇൻ എന്നുള്ള ഇവിടെയായിരുന്നു നമുക്ക് സ്റ്റേ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് വേഗം ഡ്രസ്സെല്ലാം മാറിയിട്ട് 5:30 ആയപ്പോൾ നമ്മൾ വെന്യൂവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് വെന്യൂ. ഒരു സൈഡിൽ ഫോട്ടോ, മറ്റേ സൈഡിൽ ബീച്ചുമുള്ള ഒരു അടിപൊളി സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ IFW ഗോ നടന്നിട്ടുണ്ടായിരുന്നത്. നല്ല റാമ്പായിരുന്നു. ഏകദേശം സൺസെറ്റൊക്കെ ഇവിടെ നിന്ന് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. എംബോസ് മോഡലിംഗ് കമ്പനിയുടെ ഒരു ലോഗോ ഒക്കെ തെളിഞ്ഞ് കണ്ടപ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. അങ്ങനെ മേക്കപ്പിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അളകയാണ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് എൻ്റെ റാമ്പ് പിക്ചേഴ്സ്. മൈ ബോഡി മൈ ഡ്രസ് മൈ ചോയ്സ് എന്നുള്ള രീതിയിൽ സാരി ചുറ്റിയിട്ടാണ് ഞാൻ റാമ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അപ്ലോസസ് ആയിരുന്നു കേട്ടോ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന്. അങ്ങനത്തെ മുകേഷ് വി മുരളിയും സക്കറിയ സിയാനും എനിക്ക് മൊമെൻറ്റോസ് എല്ലാം തന്ന് ഹോണർ ചെയ്യുകയായിരുന്നു. ഇതായിരുന്നു മൊമെൻറ്റോസ്. അങ്ങനെ രാത്രിയായി. അപ്പോൾ ഗോവയ്ക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വീണ്ടും ചെയ്യാം കേട്ടോ. ഗോവക്കാർ അവരുടെ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നത് കണ്ടാലുണ്ടല്ലോ ഭയങ്കര കൊതി തോന്നും. സംഗീതവും ലഹരിയും വൈബ്രൻസിയും ഒക്കെ ആയിട്ട് ഭയങ്കര വൈബാണ് ഗോവ. അങ്ങനെ നമ്മൾ രാത്രിയായപ്പോഴേ നമ്മളെല്ലാവരും കൂടി വാഗ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. വാഗ ബീച്ചിൽ രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഈ വാഗ ബീച്ച് എന്നുള്ളത്. രാത്രിയൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് പിറ്റേ ദിവസമാണ് മാഡ്ഗോണിൽ നിന്ന് തന്നെയാണ് തിരിച്ച് ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. വിശന്നപ്പോഴേ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. ഇവിടെ ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. വിശക്കുന്നതുകൊണ്ടാണോ എന്താണാവോ നല്ല രുചി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.